മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. പുഷ്പോത്സവത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും കായ്കളും കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം 2025 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കണ്ടിടത്തോളം തന്നെ അതിമനോഹരം തന്നെയാണ്. പൂക്കൾ മാത്രമല്ല, ചില ചെടികൾ തന്നെ അതിൻ്റെ ഇലകളുടെ നിറങ്ങൾ കൊണ്ട് പൂക്കളേക്കാൾ മനോഹരമായി നിൽക്കുമ്പോൾ എത്ര ഒരു സന്തോഷകരമായ കാഴ്ചയാണതെന്ന് നോക്കുക. പല വർണ്ണത്തിലുള്ള ഇലകൾ കൊണ്ട് പൂക്കളേക്കാൾ മനോഹരമായി തന്നെ നിൽക്കുന്ന ആ ചെടികൾ ഏതൊരാളിൻ്റെയും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒന്നാണ്. ചെടികൾക്ക് അങ്ങനെയൊരു നല്ല രീതിയെല്ലാം ഉണ്ട്. എന്തെല്ലാമാണെങ്കിലും അത് നമുക്ക് കണ്ണിന് അല്ലെങ്കിൽ മനസ്സിന് ഏറ്റവും കുളിർമ നൽകുന്ന ഒന്നാണ്. കണ്ണൂർ ഡിസ്ട്രിക്ട് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി പുഷ്പോത്സവം സംഘടിപ്പിക്കുമ്പോൾ അനേകായിരങ്ങളെ ഇവിടേക്ക് ആകർഷിക്കും. അനേകായിരങ്ങൾക്ക് അത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമായി മാറും. അത് തന്നെയാണ് സംഘാടകരും ലക്ഷ്യം വെക്കുന്നത്. നമുക്കെല്ലാം വരണ്ട മനസ്സുകളും ഒക്കെ നിൽക്കുമ്പോൾ നമുക്കെല്ലാം സന്തോഷിക്കാൻ ഉപകരിക്കുന്ന തരത്തിൽ അതിനെ ഒരുക്കിയിട്ടുണ്ട്. സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി എന്നിവർ മുഖ്യാതിഥികളായി. ഈ വർഷത്തെ സംസ്ഥാന കൃഷി അവാർഡ് ജേതാവായ കെ ബിന്ദു, അഗസ്റ്റിൻ തോമസ് എന്നിവരെ പരിപാടിയിൽ അനുമോദിച്ചു. പുഷ്പോത്സവം സംഘാടക സമിതി ജനറൽ കൺവീനർ പി വി രത്നാകരൻ, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ കെ സി വത്സല, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം.എൻ. പ്രദീപൻ എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം ജില്ലാ സ്പെസിഫിക് ഇന്നൊവേറ്റീവ് പ്രോഗ്രാമിന്റെ ഭാഗമായി രൂപീകരിച്ച ഭിന്നശേഷി കുട്ടികളുടെ രാഗലയം ഗ്രൂപ്പിന്റെ സ്വാഗത നൃത്തം അരങ്ങേറി. ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവായ ദേവതീർത്ത് വായകൊണ്ട് വരച്ച മന്ത്രി പി പ്രസാദിന്റെ ചിത്രം വേദിയിൽ വെച്ച് മന്ത്രിക്ക് കൈമാറി. ഉദ്ഘാടനത്തിന് ശേഷം ഗായിക സജില സലീമിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. ജനുവരി 27 വരെ കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് പുഷ്പോത്സവം. 12,000 ചതുരശ്ര അടിയിൽ ഒരുക്കുന്ന വർണ്ണോദ്യാനമാണ് ഇത്തവണ മുഖ്യ ആകർഷണം. സംസ്ഥാനത്തിനകത്തും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നഴ്സറി സ്റ്റാളുകളിൽ വൈവിധ്യമാർന്ന ചെടികളും മറ്റു നടീൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജൈവവളം, ജൈവ കീടനാശിനികൾ, മൺപാത്രങ്ങൾ തുടങ്ങിയവയുടെ സ്റ്റാളുകളും കണ്ണാടിക്കൂട്ടിലുള്ള ജലത്തിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന അക്വാസ്കേപ്പിംഗും പുഷ്പോത്സവത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ചു. ആറളം ഫാം, കരിമ്പം ഫാം, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ, അനർട്ട്, ഫിഷറീസ്, വനം വകുപ്പ് എന്നിവയുടെ പവലിയനുകളും ഒരുക്കിയിട്ടുണ്ട്. ഫുഡ് കോർട്ടും കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കും സജ്ജമാക്കിയിട്ടുണ്ട്. പുഷ്പാലങ്കാരം, വെജിറ്റബിൾ കാർവിംഗ് ക്ലാസുകൾ, പാചകം, സലാഡ് അറേഞ്ച്മെന്റ്, മൈലാഞ്ചിടൽ, കൊട്ടമടയൽ, പുഷ്പറാണി പുഷ്പരാജ മത്സരങ്ങൾ, പുഞ്ചിരി മത്സരം, കാർഷിക ഫോട്ടോഗ്രാഫി, മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരങ്ങൾ, ഫാബ്രിക് പെയിന്റിംഗ് തുടങ്ങിയവയും സംഘടിപ്പിക്കും. മികച്ച നഴ്സറി ഡിസ്പ്ലേ തയ്യാറാക്കുന്ന സ്റ്റാൾ ഉടമകൾക്ക് പ്രത്യേക സമ്മാനം നൽകും. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ, വനിതാ കർഷക കൂട്ടായ്മ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്നേഹസംഗമം, ബഡ് സ്കൂൾ കലോത്സവം, കുട്ടി കർഷക സംഗമം എന്നിവയും നടത്തും. 60 രൂപയാണ് പ്രവേശന ഫീസ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 80 വയസ്സ് കഴിഞ്ഞവർക്കും പ്രവേശനം സൗജന്യമായിരിക്കും. ജനുവരി 27 നടക്കുന്ന സമാപന സമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷത വഹിക്കും. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് സമ്മാനദാനം നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പവിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പവിത്ര ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.